ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LRT സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിമാൻ്റെ പൂജയൊക്കെ നമ്മുടെ നവ്യ അവിടെ നടത്തുന്നു. അപ്പോൾ ആരും വരാത്തതിൻ്റെ പേരിൽ ജലജ ഇങ്ങനെയല്ല കുറ്റം പറയുമ്പോഴേക്കും എന്തിനാ മറ്റുള്ളവരെ പറയുന്നത്? സ്വന്തം ആങ്ങളയ്ക്ക് ജോലി കിട്ടുന്ന കാര്യത്തിൽ സ്വന്തം പെങ്ങൾക്ക് പോലും സന്തോഷമില്ലല്ലോ എന്ന് നവ്യ ചോദിച്ചു. എന്തൊക്കെ പറഞ്ഞാലും കിട്ടിയത് നല്ല ജോലിയാണെന്ന് ജലജ. നവ്യയുടെ മിടുക്കുകൊണ്ടാണ് കിട്ടിയതെങ്കിലും അതിൻ്റെ മുന്നിൽ എൻ്റെ ഒരുപാട് പ്രാർത്ഥനയുണ്ടെന്നൊക്കെ ജലജ. അമ്മ നോക്കിക്കോ, അനി MD ആയ മൂർത്തി ജ്വല്ലറിയേക്കാളും AM ജ്വല്ലറിയാണ് ഇനി എല്ലാ രീതിയിലും ഉയർന്നു വരാൻ പോകുന്നത് എന്ന് നവ്യ ഇവരോട് പറയുന്നു. ഇതൊക്കെ കേട്ട് അബിക്ക് ഭയങ്കര സന്തോഷം. അനിയൊരു പരാജയമാണെന്ന് അവൻ്റെ മുത്തശ്ശന് പറയേണ്ടി വരുമെന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ അവൻ പുറത്താകും നവ്യെന്ന് അബി. അങ്ങനെ പുറത്താകണോടാ, അതാ വേണ്ടത്. നിന്നെ ഒരു സ്റ്റാഫ് പോലും ആക്കാത്തവരൊക്കെ മൂർത്തി ജ്വല്ലറിയുടെ പടി കടന്ന് പുറത്തു വരണമെന്ന് ജലജ പറയാം. എന്നിട്ട് MD സ്ഥാനമല്ലേ കുടുംബത്തിന് പുറത്തുള്ള ആർക്കെങ്കിലും കിട്ടുകയാണ് വേണ്ടത്. ഇനി ജോലിയില്ലാതെ അവൻ പോകുന്നതേ എനിക്കാടാ എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് നിനക്ക് രാജാവിനെ പോലെ മാനേജറുടെ കസേരയിൽ ഇരിക്കാനും പറ്റുമെന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ കൊതിപ്പിക്കാം മോനെ. അപ്പോൾ ജ്വല്ലറി ഫീൽഡിൽ നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അബി, പക്ഷേ ഇവിടെ അതൊന്നും പോരാ. നീ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക വേണ്ടതെന്ന് അബി പറയണു. എത്രയും നിൻ്റെ സാലറിയിൽ നിന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒക്കെ മുകളിലായിരിക്കുമെന്ന് നവ്യ പറയാം. AM ജ്വല്ലറിയിൽ എല്ലാവരെയും അങ്ങനെ തന്നെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ഡിസൈനറായ മാളവിക കളക്ഷൻസ് ഫേമസ് ആയതുകൊണ്ട് അവൾക്ക് ആരും കൊടുക്കാത്ത സാലറിയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് വീണ് കിട്ടിയ ഒരു ചാൻസാണ്, നിൻ്റെ മിടുക്ക് കൊണ്ട് കിട്ടിയ ചാൻസ്. ഇവിടെ ഞാൻ തോൽക്കില്ല നവ്യേ. അപ്പോൾ അത് കേട്ടാൽ മതിയുടെ എനിക്ക്. എന്നപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാട്ടോ അമ്മയെന്നും പറഞ്ഞത് അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് പോവാം. എന്തായാലും കിട്ടിയ അവസരം പരമാവധി മുതലാക്കിക്കോളണമെന്ന് ജലജ. അപ്പോൾ ശരി അമ്മ എന്നും പറഞ്ഞവർ പോകുന്നു. ജലജ അവിടെ നിന്ന് ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കാണിക്കുന്ന AM ജ്വല്ലറിയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മാളവികയെല്ലാം കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരുടെയും കൂടെ ഉണ്ട്, സ്റ്റാഫിൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ, എല്ലാം റെഡി അല്ലേ, എല്ലാം മാനേജ് ചെയ്തോളണം ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞതല്ലോ ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവിടേക്ക് ഡേവിഡ് കടന്നു വരുന്നു. ഡേവിഡ് വന്നപ്പം എങ്ങനെയുണ്ട് മാളവികെ, അനന്തമൂർത്തിയുടെ കൊച്ചുമകനാണ് നമ്മുടെ മാനേജറായിട്ട് ചാർജ് എടുക്കാൻ പോകുന്നത്. പിന്നെ അനന്തമൂർത്തിയുടെ ദത്തുപുത്രിയുടെ മകനായതുകൊണ്ട് അവന് വേണ്ടത്ര പരിഗണന ആ വീട്ടിലും അവരുടെ ജ്വല്ലറിയിലും ഇതുവരെ കിട്ടിയിട്ടില്ല. എങ്കിലും അവരുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ആളാണ് ഈ വരുന്ന അബി എന്ന് പറയുന്നവൻ. അതുതന്നെയാണ് നമ്മളുടെ തുറുപ്പ് ചീട്ടുമെന്നും ഈ ആൾ പറഞ്ഞു. അങ്ങനെ ഒരാളെ മാനേജറായിട്ട് കിട്ടിയത് എന്തുകൊണ്ടും നല്ലതാണ് സാർ എന്ന് മാളവിക പറയാം. അത് ഈ സ്ഥാപനത്തിന് ഗുണം ചെയ്തേയുള്ളൂ എന്ന് മാളവിക പറയുമ്പം അത് മനസ്സിലാക്കിയിട്ടാണ് ഞാനും എൻ്റെ വിശ്വസ്തരും കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ ഡേവിഡ് പറഞ്ഞു. അപ്പോൾ ആരാണ് ഈ വിശ്വസ്തൻ, അവരെയാണ് എനിക്കറിയേണ്ടതെന്ന് മാളവിക മനസ്സിൽ ഇങ്ങനെ നേരം പറഞ്ഞു. ആ ബൊക്കിങ് എന്നും പറഞ്ഞാൽ ബൊക്ക ഡേവിഡ് മേടിച്ചിട്ട് മാളവികയുടെ കൈ കൊടുത്തു. ഇത് മാളവിക തന്നെ അബിക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ശരി കൊടുക്കാമെന്നും പറഞ്ഞു. അനന്തമൂർത്തിയുടെ കൊച്ചുമകന് അവൻ അർഹിക്കുന്ന ഒരു സ്വീകരണമാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നും പറഞ്ഞു. അവന് നമ്മളോട് നല്ല മതിപ്പ് തോന്നണമെന്നും. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇത് മാളവികയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഡേവിഡ് ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് അവൻ മാനേജർ ആവട്ടെ, എന്നിട്ട് തൻ്റെ ജ്വല്ലറിയുടെ അഡ്രസ്സ് ഇല്ലാതാവട്ടെ എന്ന് മാളവിക മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു തീർന്നില്ലതേ, അഡ്രസ്സ് ഇല്ലാത്തവൻ കയറി വരുന്നു. വാ എന്നും പറഞ്ഞ് നവ്യ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നേ. അപ്പോൾ അതങ്ങ് കൊടുക്കും മാളവിക എന്നും പറഞ്ഞ് ഡേവിഡ്. അപ്പോൾ വെൽക്കം സാർ എന്നും പറഞ്ഞ് അബിക്ക് അത് കൊടുത്തു. അപ്പോൾ മാളവിക ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നു, അബി ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക. നവ്യം ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവരും കണ്ടല്ലോ, അഭിനന്ദ് നമ്മുടെ പുതിയ ബ്രാഞ്ചിൻ്റെ മാനേജറാണെന്ന കാര്യം പറഞ്ഞ് പരിചയപ്പെടുത്തുക സ്റ്റാഫിനൊക്കെ ഡേവിഡ്. ജ്വല്ലറി ബിസിനസ്സിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള അബിയും നമ്മുടെ പുതിയ ബ്രാഞ്ചിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നൊക്കെ ഇയാൾ പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ തലയാട്ടി കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അബി വരൂ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ ദേ അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെയുള്ള സ്റ്റാഫൊക്കെ തിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ മാളവ് കലിയേറി നിൽക്കുക. അപ്പോൾ മൂർത്തി ജ്വല്ലറിയിൽ അയാളെന്തോ കുഴപ്പങ്ങളുണ്ടാക്കിയെന്ന് കേട്ടിട്ടുണ്ടെന്ന് അതിലൊരു സ്റ്റാഫ് പറയുമ്പം അയാൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല. അയാളെ പുറത്താക്കാനുള്ള കാരണം ഡേവിഡ് സാർ ഇപ്പോൾ പറഞ്ഞില്ലേന്ന് ചോദിച്ചു. സാർ എന്തായാലും ക്വാളിറ്റി ഇല്ലാത്ത ഒരാളെ ഒരിക്കലും മാനേജറായിട്ട് നിയമിക്കില്ല എന്ന് മാളവിക അവിടെ നിന്ന് സ്റ്റാഫിനോട് പറയുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മുടെ അബിയുടെ ക്യാബിനിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഇതൊക്കെ കണ്ടപ്പോൾ അബിക്ക് അങ്ങ് രോമാഞ്ചങ്ങ് കൊണ്ടിട്ട് ഭയങ്കര ഇത്. അപ്പോഴത്തേക്ക് മാളവിക അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇത് മറ്റൊരാളിരുന്ന കസേരയല്ല, ഈ കസേരയിൽ അല്ലെങ്കിൽ ഈ ചെയറിൽ അധികാരത്തോടെ ആദ്യമായിരിക്കുന്നയാൾ അബിയാണെന്ന് ഈ ഡേവിഡ് പറയുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അയ്യോ അബിക്ക് ഭയങ്കര ചന്തോച്ചം. നവിക്കും ഇനി ഈ കസേരയിൽ
അബിയെ മറികടന്ന് വേറൊരാൾ വരാതെ നോക്കേണ്ടതും അബിയാണെന്നും ഈ ഡേവിഡ് പറയുന്നു. ഇനി വരികയാണെങ്കിൽ തന്നെ അബി ഇതിലും ഉയർന്ന കസേരയിലേക്ക് പോയിട്ട് വേണം മറ്റൊരാൾ വരാനായിട്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം നോക്കിക്കണ്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറെന്ന് നവ്യ പറയാം അപ്പോൾ അവിടെ നിന്ന്. അപ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ജ്വല്ലറി ഫീൽഡിൽ തന്നെയാണല്ലോ സാർ. അതിനിടയ്ക്ക് എന്നെ വീഴ്ത്താനായിട്ട് ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ കാരണമൊക്കെ നവ്യ സാറിനോട് പറഞ്ഞു കാണുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ മാളവിക എനിക്ക് എൻ്റെ കമ്പനിയെ സേവിക്കാൻ പറ്റിയില്ല എന്നും അല്ലെങ്കിൽ എന്നെ അതിനവർ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പാവം എന്നിങ്ങനെ പറയുന്നു. പക്ഷേ എൻ്റെ 100% കഴിവും ആത്മാർത്ഥതയും ഞാനിവിടെ പ്രയോജനപ്പെടുത്തുമെന്നുള്ള കാര്യം ഉറപ്പാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ സാർ ഇരിക്കാൻ പറഞ്ഞു ഡേവിഡ്. അപ്പോഴേക്കും ഇവർ അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. സാറോ? അതന്നെ രാഖി വിളിയാണോ എന്നുള്ളൊരിതിൽ. സാറോ? അല്ല മറ്റേ നീ ഒരു പോസ്റ്റിലേക്ക് വരുമ്പം അഭി മറ്റുള്ളവർക്ക് സാറാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ സാറിൻ്റെ ഒരു വെറും ജീവനക്കാരൻ മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ എന്നെ സാറേന്നൊന്നും വിളിക്കരുത്. അപ്പോൾ എനിക്ക് അങ്ങനെ വലിപ്പച്ചെറുപ്പവും കാര്യങ്ങളൊന്നും ഇല്ലടോ. അതിപ്പോൾ തർക്കമാക്കേണ്ട കാര്യമൊന്നുമില്ല. അബി ഒന്ന് ഇങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അബിയെ വിളിച്ച് അവിടെ ഇരുത്തി. അബി അങ്ങ് നിറഞ്ഞങ്ങിരിക്കുക കസേരയിൽ. ഇപ്പം ക്യാമറയിലൂടെ സാറെല്ലാം കാണുന്നുണ്ടാകുമെന്ന് ഡേവിഡ് അന്നേരം മനസ്സിലിങ്ങനെ ചിന്തിക്കുക കേട്ടോ. ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് എഴുന്നേക്കുന്നു ഇരിക്കുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ അതെ മാളവിക കുറച്ച് സമയം പുറത്ത് നിൽക്കാൻ പറഞ്ഞു മാളവികയോട്. അപ്പോൾ അതെ മാളവിക പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ നവ്യയും അഭിയും കൂടി. അപ്പം അഭിക്കും ഭയങ്കര സന്തോഷം, നവ്യയ്ക്ക് അതിലേറെ സന്തോഷം. അപ്പോൾ എന്നെ പുറത്താക്കിയതിനു പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ടല്ലോ എന്ന് പുറത്തിറങ്ങി മാളവിക ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ മാളവിക പുറത്തിറങ്ങി നിന്ന് എന്താന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ഈ നാഗേന്ദ്രൻ മകൻ കസേരയിൽ ഇരിക്കുന്നതൊക്കെ വീഡിയോയിലൂടെ കാണുവാണ്. തൊട്ടരികിൽ മകളും ഇരിപ്പുണ്ട്. അബിയുടെ മുഖത്തെ സന്തോഷമൊക്കെ അച്ഛനിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതേ അങ്ങനെ എൻ്റെ മകൻ എൻ്റെ ജ്വല്ലറിയുടെ മാനേജർ ആയിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഇനി MD ആകുമോ? അപ്പോൾ ഇനി MDയും ആകും. പിന്നെ ഒരു MD എൻ്റെ മോൻ, മറ്റൊരു MD എൻ്റെ മോള്. അപ്പോൾ ഇനി മറ്റാരെങ്കിലും ആ സ്ഥാനത്തേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പം അതാരാ ഈ മറ്റാരെങ്കിലും? അല്ല അച്ഛൻ എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുന്നേ വീട് വിട്ട് പോയതല്ലേ, അതിനുശേഷം ഇനി വേറെ ഭാര്യയും മക്കളും ഇല്ലെന്ന് ആര് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ദേ മോളെ തമാശയ്ക്ക് പോലും നീ അങ്ങനെയൊന്നും പറയരുത്. ഇത്രയും കാലം നിങ്ങളെ ഓർത്ത് കണ്ണുനീരൊഴുക്കിയ ഒരു അച്ഛനാണ് ഞാൻ. ആ വേദനയ്ക്കും സങ്കടത്തിനും പരിഹാരം കാണാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്നും അതും മൂർത്തിയെ പോലും തറ പറ്റിക്കാനുള്ള കരുത്തുമായിട്ടാണ് വന്നിരിക്കുന്നതെന്നും നാഗേന്ദ്രൻ മകളോട് പറയുന്നു. അതിൻ്റെ ആദ്യപടി എന്നോളമാണ് ഞാൻ അബിയെ മാനേജറാക്കിയതെന്നൊക്കെ പറഞ്ഞ് ഇനിയാണ് കാര്യങ്ങൾക്ക് വേഗത കുറച്ച് കൂടുതലാകാൻ പോകുന്നതെന്നും പറഞ്ഞു. എന്ന് വെച്ചാൽ അബി മാനേജറായ ജ്വല്ലറി അനി MD ആയ ജ്വല്ലറിയെ തറ പറ്റിക്കുമെന്ന് ഉറപ്പാണ്. അനിയേട്ടൻ MD ആയ കമ്പനി ഇനി തറ പറ്റണമെന്ന് ഇനി എനിക്കില്ല എന്ന് ഈ അവന്തിക പറയാം. അനിയേട്ടൻ എൻ്റെ ഭാവി വരനാ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ എനിക്ക് കണ്ടെത്തി തന്ന എൻ്റെ പയ്യനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാമല്ലോ മോളെ എന്ന് നാഗേന്ദ്രൻ പറഞ്ഞു. പിന്നെ ദേ ഞാനത് മാനസികമായിട്ട് ആ മൂർത്തിയും അയാളുടെ മോനെയും കൊച്ചുമോനെയൊക്കെ തകർക്കാൻ ചെയ്ത പണിയല്ലേ. അനിയാണ് അബിയെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയത്. അങ്ങനെയുള്ളപ്പോൾ അനിയെ അബി ജയിക്കുക തന്നെ വേണം. അതൊക്കെ ഇപ്പോൾ വിഷുവിന് നടക്കുമല്ലോ. അതിനുശേഷം അനിയെ നമുക്കൊപ്പം കൂട്ടണമെന്ന് നാഗേന്ദ്രൻ പറയാം. നിന്റെ സാരി തളപ്പിൽ കെട്ടിയിടണമെന്ന്. അതോടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാജാക്കന്മാരാ മോളെ, രാജാക്കന്മാർ. എൻ്റെ തനി സ്വരൂപമായ അബിയും പിന്നെ അനിയും മോളും ഒക്കെ ആയിട്ട് ജ്വല്ലറിയും മൂർത്തി ജ്വല്ലറിയും ഭരിക്കുമെന്നും പറഞ്ഞ് ഇയാൾ പറയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടും ഒന്നാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അയ്യോ എന്ത് സ്വപ്നം കാണലാണോ മതി. നീ നോക്ക്, രാജാവിനെ പോലെ ഇരിക്കുന്നില്ലേ അവൻ. അവനിപ്പോൾ ആലോചിക്കായിരിക്കും ഇങ്ങനെ ഒരു വലിയ പൊസിഷൻ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന്. അതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു അച്ഛനുണ്ടെന്ന് എൻ്റെ ഏട്ടൻ അറിയില്ലല്ലോ അച്ഛാന്ന്. അപ്പോൾ അതൊക്കെ അറിയിക്കാനുള്ള സമയമായി വരുന്നു മോളെ എന്നും പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അബിയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ ഡേവിഡ് ദേ അപ്പോഴേ അബി നോക്കേ തന്നോട് തൻ്റെ വീട്ടുകാരും ഭാര്യ വീട്ടുകാരും ചെയ്ത ചതി A to Z മനസ്സിലാക്കിയവനാണ് ഞാനെന്നും അതിൻ്റെ ഒരു സിമ്പതി കൂടി ഈ നിയമനത്തിന് പിന്നിലുണ്ട് എന്ന് കൂട്ടിക്കോളാനും പറയുവാണ് ഡേവിഡ്. അതിനു മുന്നേ തന്നെ നമ്മളെല്ലാം പ്ലാൻ ചെയ്തതാണല്ലോ. എങ്കിലും തൻ്റേതല്ലാത്തൊരു കുഞ്ഞിനെ തൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതോടുകൂടി അഭിയോടുള്ള എൻ്റെ സിമ്പതി കൂടി വരികയാണ് ചെയ്തതെന്നൊക്കെ പറയണം. അഭി എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക. അതുകൊണ്ട് ദേ ഒരു പ്രതികാര ചിന്തയോടുകൂടി തന്നെയാണ് അബിയെ ഞാൻ ഈ കസേരയിൽ ഇപ്പോൾ പിടിച്ചിരുത്തിയിരിക്കുന്നതെന്നും ഡേവിഡ് പറയാം. പിന്നെ ഒരു കാര്യം, താൻ കഴിവ് തെളിയിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഞങ്ങളുടെ GM ആക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണ് രണ്ടും കൂടെ പുറത്തേക്ക് ചാടിച്ച് നിൽക്കുക നവ്യ അബിയും കൂടി. എല്ലാത്തിൻ്റെയും തുടക്കം ദേ ഇവളാ. നവ്യ മോഡൽ അല്ലായിരുന്നെങ്കിൽ
ഈ സൗഭാഗ്യമൊന്നും തനിക്ക് വന്ന് ചേരില്ലായിരുന്നു. എപ്പോഴും ആ ഒരു ഓർമ്മ തനിക്ക് വേണം കേട്ടോന്നും ഈ ഡേവിഡ് പറയാം. അയ്യോ, നവ്യയ്ക്ക് ഭയങ്കര സന്തോഷം. ഭാര്യയെ വേണ്ട രീതിയിൽ പരിഗണിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ നവ്യെ മാറുന്നൊരു ജീവിതം ഇല്ല സർ എന്ന് അബി. അപ്പോൾ നിങ്ങളുടെ ലൈഫ് അതങ്ങനെ അങ്ങ് പോട്ടെ കേട്ടോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അയാൾ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യയ്ക്ക് ഭയങ്കര സന്തോഷം. നന്ദിയുണ്ടടി, അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല എന്ന് അബി പറയുമ്പം നീ ഒന്നും എന്നോട് പറയണ്ട, നിനക്ക് അർഹതപ്പെട്ടതാണ് നിനക്ക് കിട്ടിയതെന്ന് നവ്യ അബിയോട് പറയാം. നമുക്കൊരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ സെൽഫിയൊക്കെ എടുക്കുന്നു. എന്നിട്ട് ഇത് അവർക്ക് അയച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ ഞാൻ ആഗ്രഹിച്ചു. എന്തായാലും അതെനിക്ക് കിട്ടിയില്ല. പക്ഷേ ദൈവം എന്നെ കാത്തു. ഇത്തിരി വൈകിട്ടാണെങ്കിലും എൻ്റെ ആഗ്രഹത്തിനൊപ്പം നിന്തു എന്നും പറഞ്ഞ് അബി ഇങ്ങനെ നിൽക്കുക. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആദർശ് മാളവികയായിട്ട് സംസാരിക്കുവാണ്. അപ്പോൾ അബിക്ക് അവിടെ കിട്ടിയ സ്വീകരണത്തെപ്പറ്റി മാളവിക ആദർശിനോട് പറയാം. എന്ന് മാത്രമല്ല MD ആണ് അബിയെ ക്യാമ്പിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതെന്ന് പറഞ്ഞു. അപ്പം നവ്യ പറയുന്നത് അവൾ മോഡലായതുകൊണ്ടാണ് അബിക്ക് അവിടെ ജോലി കിട്ടുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ അബിയാണെന്നാണ്. അപ്പം അങ്ങനൊരു സംശയം എനിക്ക് ഇല്ലാതില്ല സാർ എന്ന് മാളവിക പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മൂർത്തി ജ്വല്ലറിക്ക് പേരുദോഷം ഉണ്ടാക്കിയവനാ. അങ്ങനെ ഒരു സ്ഥാപനത്തെ ചീറ്റ് ചെയ്ത ഒരുത്തനെ സാധാരണ രീതിയിൽ ആരും അടുപ്പിക്കുന്ന കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് AN ജ്വല്ലറിയെ പോലെ തളയെടുപ്പോട് കൂടി നിൽക്കുന്ന ഒരു സ്ഥാപനം. ഈ ഡേവിഡും അബിയും തമ്മിൽ മുൻപരിചയം ഉണ്ടായിരിക്കും അല്ല സാർ എന്ന് ചോദിക്കുമ്പം അത് അയാളായിട്ടാണോ അത് നമ്മൾ തേടുന്ന ഡേവിഡിൻ്റെ തലപ്പത്തുള്ള ആളായിട്ടാണോ എന്നും അറിയില്ല എന്ന് ആദർശ നേരം മാളവികയോട് പറയാം. മൂർത്തി ജ്വല്ലറിയും അനന്തപുരി തറവാടിനെയും തകർക്കാനായിട്ട് തന്നെയാണ് സാർ ഇതൊക്കെ അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ മോഡൽ രംഗത്ത് ഒന്നും അല്ലാതിരുന്ന നവ്യയെ അവർ പിടിച്ച് മോഡലാക്കുമോ? ഇപ്പോൾ AN ജ്വല്ലറിയേക്കാളും പരസ്യം കിട്ടിയിരിക്കുന്നതേ നവ്യയ്ക്കാണെന്നുള്ള കാര്യം പറയും. അപ്പോൾ അവൾ പണ്ടും അഭിനയത്തോടും മോഡലിങ്ങിനോടും ഒക്കെ താല്പര്യമുള്ള ആളായിരുന്നു എന്ന് ആദർശം. എന്ന് വെച്ച് ആ ഒരു മേഖലയിൽ കഴിവൊന്നും തെളിയിച്ചിട്ടില്ലല്ലോ സർ. അങ്ങനെ ഒരാൾക്ക് ഇത്രയും പ്രാധാന്യമൊക്കെ കൊടുക്കുമെന്ന് ചോദിച്ചു. അതിൻ്റെ കൂടെ അവരിപ്പോൾ അബിയെ മാനേജറും ആക്കിയിരിക്കുകയാണെന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ അവനെ GM-ഉം ചെയർമാനും ഒക്കെ ആക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഡേവിഡ് സാറുമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ അയാളുടെ സംസാരത്തിൽ എന്തെങ്കിലും പിഴവുണ്ടാകുമോ എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മാളവിക പറയാം. പക്ഷേ അയാൾ വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ സർ സംസാരിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല. അയാൾക്കൊപ്പം ആ ഹോട്ടലിൽ പോകാനൊരവസരം കിട്ടിയിരുന്നെങ്കിൽ അവിടെ എന്താ നടക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞേനെന്ന് മാളവിക പറയാം. അപ്പോഴും ആദർശ് ഇങ്ങനെ ഒന്ന് ആലോചിക്കുക എന്താവുമെന്ന്. അവിടെയുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ് ഡേവിഡ് ഓരോ തീരുമാനങ്ങളും എടുക്കുന്നതെന്ന് പറഞ്ഞു. നമുക്ക് എത്രയും പെട്ടെന്ന് അവരുടെ അടുത്ത് എത്തണം മാളവിക എന്ന് ആദർശ് അന്നേരം പറഞ്ഞു. ഒരുപാട് കാലം ആർക്കും അങ്ങനെ മറിഞ്ഞു നിൽക്കാനൊന്നും സാധിക്കത്തില്ലല്ലോ ഒന്നും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അപ്പോൾ നമ്മുടെ നയനയാണ് വിളിക്കുന്നത്. ഹലോ നയനെ. അന്നേരം ആദർശേട്ടാ എനിക്ക് ചെറിയൊരു തളർച്ചയുണ്ട്, നല്ല വയറുവേദനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയ്യോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ആദർശേട്ടൻ പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഗർഭിണിയാണല്ലോ. അപ്പോൾ നയനക്കേ ഇതൊരു സുഖമില്ല, ഞാൻ പെട്ടെന്ന് ചെല്ലട്ടെ കേട്ടോ എന്ന് പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോയി. മാളവിക അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറെ കണ്ടു. അപ്പോൾ എനിക്ക് ഭാര്യയോടല്ല ഭർത്താവിനോടാണ് പറയാനുള്ളതെന്ന് ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇവരോട് പറയുക. ഇനി ഇയാളെ കൊണ്ട് അധികം യാത്രയൊന്നും ചെയ്യിക്കരുത്, പരമാവധി റെസ്റ്റ് എടുക്കണം കേട്ടോ എന്ന് ഡോക്ടർ പറഞ്ഞു. നടക്കണമെന്ന് തോന്നുമ്പോൾ വീടിന് ചുറ്റുമൊക്കെ നടന്നോട്ടെ, അല്ലെങ്കിൽ രാവിലെ നടക്കാനൊക്കെ കൊണ്ടുപോകാം, അല്ലാതെ അധികം അലച്ചിലും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇയാളുടെ ബോഡി കുറച്ച് വീക്കാണെന്നും പറഞ്ഞു. അപ്പോൾ പറഞ്ഞ കേൾക്കത്തില്ല ഡോക്ടറെ ഇവള്. അപ്പോൾ പറയുമ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ നിൽക്കുന്നത് കൊണ്ടല്ലേ കൂടെ വരുന്നത്, കൊണ്ടുപോകുന്നില്ല എന്ന് തറപ്പിച്ചങ്ങ് പറയണം. ഇനിയിപ്പോൾ അങ്ങനെ പറയാനും കാരണമുണ്ടല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ നിർദ്ദേശങ്ങൾ കേട്ട് ഇവർ അന്തം വിട്ടിങ്ങനെ നോക്കിയിരിക്കുക. അതിനുശേഷം മരുന്നും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടു. ഡോക്ടർ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. മുത്തശ്ശൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ മുത്തശ്ശൻ്റെ ഫോണിലേക്ക് ഡോക്ടറുടെ കോള് വന്നു. അപ്പോൾ അപ്പോൾ എന്തായാലും ഡോക്ടറേന്ന് ചോദിച്ചു മുത്തശ്ശൻ. അവരിത് ഇപ്പം അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. സാറ് പറഞ്ഞതുപോലെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ റെസ്റ്റ് എടുക്കണമെന്ന് മോളോട് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. എന്തെങ്കിലുമൊക്കെ ഓടി നടന്ന് ചെയ്യാൻ ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് നയനമോള്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ വേണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് മുത്തശ്ശൻ പറയണം. പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴേ ഡോക്ടർ അവർ താമസിക്കുന്നിടത്തേക്കൊക്കെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് പോകാതിരിക്കുന്നതെന്ന് ഡോക്ടർ ഇങ്ങനെ മുത്തശ്ശനോട് പറയാം. 3 മാസമല്ലേ ആയിട്ടുള്ളൂ, ഒരു 5 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മോളുള്ളടുത്ത് ഞാൻ കൃത്യമായി പോയി ചെക്കപ്പ് നടത്തിക്കൊള്ളാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. മുത്തശ്ശൻ അങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ ഡോക്ടറുമായിട്ടൊന്ന് സംസാരിക്കായിരുന്നു, മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു.
അപ്പം ആ സമയത്തൊക്കെ ഞങ്ങളടുത്ത് വേണ്ടതാണെന്ന് മുത്തശ്ശി പറയുമ്പം ഞാൻ പറഞ്ഞോ പോയി നിൽക്കണ്ടാന്ന്. ഇപ്പം മുത്തശ്ശിക്ക് വിഷമം. കുറച്ച് ദിവസം വേണമെങ്കിൽ താൻ അവിടെ പോയി നിന്നോളാൻ പറഞ്ഞു. ദേവയാനിക്കും അതിന് താല്പര്യമൊക്കെ കാണുമല്ലോ എന്ന് മുത്തശ്ശൻ പറയാം. പിന്നെ അവിടെ ഇപ്പോൾ ഒരു ഹോം നേഴ്സ് ഉണ്ട്, അവൾ മിടിക്കുക. അവൾ എല്ലാ ദിവസവും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി വിളിച്ചു പറയുന്നുണ്ട്, പ്രത്യേകിച്ച് മോളുടെ കാര്യങ്ങൾ. അല്ല, പലഹാരം ഉണ്ടാക്കാൻ ഒരു സ്ത്രീ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. മുത്തശ്ശിയെ, അത് ഞാൻ പറയാനായിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് അവർ വരും. എന്താണെന്ന് വെച്ചാൽ താൻ പറഞ്ഞാൽ മതി, അവരെല്ലാം ഉണ്ടാക്കി തരുമെന്ന് മുത്തശ്ശൻ. അപ്പോൾ താനത് കൊണ്ടുപോയി കൊടുക്കണമെന്നും പറഞ്ഞു. അത് വേണ്ട, ഞാൻ അവളെയും കൊണ്ട് അങ്ങോട്ട് പോയിക്കോളാം. അപ്പോൾ പിന്നെ എല്ലാം അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കി മോൾക്ക് ചൂടോടെ കഴിക്കാമല്ലോ എന്ന് മുത്തശ്ശി പറയാം. അന്നേരം അതൊക്കെ തൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞു. ആ കുഞ്ഞിന് വേണ്ടി ഞാനും കാത്തിരിക്കുകയാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു. കാത്തിരിപ്പൊക്കെ കൊള്ളാം. ഇപ്പം 3 മാസം കഴിഞ്ഞു. ഇനി 6 മാസം കൂടി കഴിഞ്ഞാൽ കുഞ്ഞ് ജനിക്കും. ആ സമയത്തും ഇങ്ങനെ അകന്നിരിക്കാനാണോ പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോൾ കുഞ്ഞിനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുള്ളൂ എന്ന് ചോദിച്ചു മുത്തശ്ശനെ. അപ്പോൾ കുഞ്ഞിനെ കാണണമെങ്കിലേ ഇദ്ദേഹം ഈ അഭിനയമൊക്കെ നിർത്തേണ്ടി വരത്തില്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ അതിന് മുന്നേ അവസാനിക്കുള്ളൂ, താൻ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പം അതിന് എന്താ ഉറപ്പ്? അപ്പം എനിക്കത് ഉറപ്പാണ്. ആദർശി ഓടി നടക്കുന്നതൊന്നും വെറുതെ അല്ല എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുകയാണ്. അവനിപ്പോൾ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിൽ എത്തിക്കാണുമെന്നും, എന്ന് വെച്ചാൽ അവന് കൂട്ടായിട്ട് കല്യാണിയും കിരണും എല്ലാവരും ഉണ്ടല്ലോ, പിന്നെ നയനയുടെ സപ്പോർട്ടും ഉണ്ടല്ലോ. പിന്നെന്താ, അതുമാത്രമാണോ? നന്ദുവും അനിയും ഒക്കെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടെന്നും മുത്തശ്ശൻ ഇങ്ങനെ പറയണം. അതുകൊണ്ട് ഇനി ഈ നാടകം അധികം ദിവസം നീണ്ടു പോവില്ല എന്നും പറഞ്ഞ് വിജയശ്രീ ലാളിതനായി എൻ്റെ കൊച്ചുമോൻ എൻ്റെ മുന്നിൽ എത്തുമെന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ പറയുക. അത് അടുത്ത ഏത് ദിവസമാണെന്നും മാത്രം ചിന്തിച്ചാൽ മതിയെന്നും. അങ്ങനെ അത് കേട്ട് മുത്തശ്ശിയും ഹാപ്പിയായി, മുത്തശ്ശനും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവയാനിയും അതുപോലെ മുത്തശ്ശിയൊക്കെ കൂടെ വീട്ടിലേക്ക് വരിക. അപ്പോൾ എലിസബത്ത് വന്ന് വാതിൽ തുറന്നപ്പം എലിസബത്തെ, ദേ മോൾക്ക് പലഹാരം ഉണ്ടാക്കാനായിട്ട് വന്നതാ ഇവരെന്നും പറഞ്ഞപ്പോൾ എലിസബത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കാം. വരുമെന്ന് പറഞ്ഞായിരുന്നു. ആര്? അല്ല, ദാമുവേട്ടൻ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതെ ഞാൻ ദാമുവിനോട് വിളിച്ച് പറഞ്ഞായിരുന്നു ഇവർ വരുമെന്ന്. അങ്ങനെ മുത്തശ്ശി പറയാം. അപ്പോൾ കയറി വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നയനെ ഇറങ്ങി വന്നു. മുത്തശ്ശി എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ വിശേഷക്കാരി എത്തിയല്ലോ എന്ന് മുത്തശ്ശി. അങ്ങനെ ദേ ഇവർ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ നിൽക്കുക. അതേ മോളെ, ഇത് മോൾക്ക് പലഹാരം ഉണ്ടാക്കി തരാൻ വേണ്ടി അമ്മ വിളിച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുക കേട്ടോ. ദേ കേട്ടോ മോളെ, ദേവയാനിയും അവിടെയുള്ള എല്ലാവരും അമ്മമാരാകാൻ പോകുന്ന സമയത്ത് ഇത് ഇവരുടെ വീട്ടിൽ നിന്നാണ് പലഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരുന്നതെന്ന കാര്യം പറയാണ്. അങ്ങനെ ചേച്ചിയെ പരിചയപ്പെടുത്തി കൊടുക്കുക. പാരമ്പര്യമായിട്ട് നല്ല കൊതിയൂർന്ന പലഹാരം ഉണ്ടാക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ അമ്മ ഇതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മോളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞു കൊടുക്കണം, അതെല്ലാം രേവതി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അമ്മമാർ കൊതിയുള്ള ഭക്ഷണം രുചിയോടെ കഴിച്ചെങ്കിൽ മാത്രമേ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു പുഷ്ടിയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം മുത്തശ്ശി പറയാം. ഇപ്പം മോളോടും ആദർശിനോടും ഒക്കെ വലിയ ദേഷ്യമൊക്കെ ആണെങ്കിലും ആദർശിൻ്റെ മുത്തശ്ശനുണ്ടല്ലോ, ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് രേവതിയുടെ കുടുംബത്തിൽ നിന്ന് ഇഷ്ടംപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കിച്ചുകൊണ്ട് തരുമായിരുന്നു എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പലഹാരമൊക്കെ ഉണ്ടാക്കിച്ച് തരുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. മുത്തശ്ശൻ എന്തു പറയുന്നു? എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നയന ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ ചിരിച്ചു. അപ്പോൾ ദേവയാനി എവിടെ, ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് നയനെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.